സുഹൃത്തുക്കളെ, ഗോ എന്ന ഇംഗ്ലീഷ് വാക്ക് വെച്ചുള്ള ചില ഫ്രേസസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, ഗോ ഓൺ. അതിന്റെ അർത്ഥം കണ്ടിന്യൂ, തുടരുക അല്ലെങ്കിൽ ഹാപ്പൻ, സംഭവിക്കുക. എക്സാമ്പിൾസ് പറഞ്ഞാൽ, പ്ലീസ് ഗോ ഓൺ വിത്ത് യുവർ വർക്ക്. ദയവായി നിങ്ങളുടെ ജോലി തുടർന്നു കൊണ്ടുപോവുക. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സെക്കൻഡ് ഫ്രേസ്, ഗോ ഡൗൺ, താഴുക, സിങ്ക്, മുങ്ങിത്താഴുക, സെറ്റ്, അസ്തമിക്കുക. രണ്ടർത്ഥങ്ങളുണ്ട്. എക്സാമ്പിൾസ്, the ship went down into the sea. ആ കപ്പൽ കടലിന്റെ അടിയിലേക്ക് മുങ്ങിത്താണു. And the sun went down. സൂര്യൻ അസ്തമിച്ചു. Third phrase, go through. അതിന്റെ അർത്ഥം examine, പരിശോധിക്കുക. You must go through your answers after you have finished writing. നിങ്ങൾ എഴുതി തീർന്നതിന് ശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത്രയും ഫ്രേസസും അവയുടെ അർത്ഥങ്ങളും എക്സാമ്പിൾ സെന്റൻസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.